നമസ്കാരം. 101 യാത്രകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ലോകപ്രശസ്തമായ ദുബായ് ഫ്രെയിമിലേക്കാണ്. ദുബായിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ മെട്രോ ABCD മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. The next station is ADCB. എന്റെ സുഹൃത്ത് ജുനൈദ് ഇതുതന്നെയാണോ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിൽ നിന്ന് ലൊക്കേഷൻ നോക്കി ഉറപ്പുവരുത്തുകയാണ്. ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. അതാ അങ്ങകലെയായി ദുബായ് ഫ്രെയിം. മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും നല്ല പൊരിച്ച കോഴിയുടെ മണം. അതെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ മലയാളി ഹോട്ടലുകളുള്ള കരാമയിലാണ്. മുന്നോട്ട് പോകുന്തോറും അപ്പാർട്ട്മെന്റുകൾക്ക് പിറകിലായി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ദുബായ് ഫ്രെയിം കാണാം. ഭീമാകാരമായ ദുബായ് ഫ്രെയിം ദൃശ്യമായതും ജുനൈദ് ആവേശത്തിലാണ്. എത്രയും പെട്ടെന്ന് അതിനടുത്തേക്കെത്താൻ ധൃതിപ്പെടുകയാണ്. ഈ കാണുന്ന ഫ്ലൈ ഓവർ കടന്നു വേണം ദുബായ് ഫ്രെയിമിന്റെ അടുത്തേക്കെത്താൻ. 150 മീറ്റർ ഉയരവും 95 മീറ്റർ വീതിയുമുള്ള ബൃഹത്തായ ആ നിർമ്മിതി കണ്ട് അന്തം വിട്ടു നിൽപ്പാണ് ജുനൈദ്. പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന ദുബായ് ഫ്രെയിമിന്റെ കാഴ്ച അവിസ്മരണീയമായ ഒരു ദൃശ്യവിരുന്നാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഫ്രെയിമിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണമെന്ന് സംശയം കൂടാതെ പറയാം. സഞ്ചാരികളുടെ ഇഷ്ട ഫോട്ടോ ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു പാലം. മനോഹരമായ ഈ ഒരു പാലത്തിലൂടെ നാം ചെന്നെത്തുന്നത് വിശാലമായ പച്ചപ്പോട് കൂടിയ ജബീൽ പാർക്കിന്റെ മുന്നിലേക്കാണ്. അവിടെ നിന്നും 52.50 ഫിൽസിന്റെ ടിക്കറ്റും എടുത്തുകൊണ്ട് ഞങ്ങൾ ജബീൽ പാർക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വളരെ മനോഹരമായും വൃത്തിയോടും കൂടി പരിപാലിക്കുന്ന ഉദ്യാനത്തിന്റെ ഒത്ത നടുവിലായിട്ടാണ് ഈ ഒരു ദുബായ് ഫ്രെയിം നിലകൊള്ളുന്നത്. സ്റ്റീൽ ബാറുകൾ, അലൂമിനിയം ഷീറ്റുകൾ, ഗ്ലാസ് എന്നീ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് 2013 നിർമ്മാണം ആരംഭിക്കുകയും 2018 ജനുവരി 1 ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്ത ഈ ഒരു മഹാനിർമ്മിതിയുടെ ഏകദേശ ചെലവ് 230 മില്യൺ UAE ദിർഹംസ് ആണ്. ഒറ്റനോട്ടത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നേ തോന്നുകയുള്ളൂ. ഫ്രെയിമിന് തൊട്ടു മുന്നിലായി മനോഹരമായൊരു പൂന്തോട്ടവും തടാകവും അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഫ്രെയിമിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് തിരികെ വരുമ്പോൾ ആ ഫോട്ടോ വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ദുബായ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എസ്കലേറ്റർ വഴി നേരെ കയറി ചെല്ലുന്നത് മ്യൂസിയത്തിലേക്കാണ്. അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പുരാതന അറബികളുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിത സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. അറബികളുടെ ഇഷ്ടപാനീയമായ കാവ അഥവാ നമ്മുടെ കാപ്പി ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുരാതന അറബ് വീടുകളുടെ മാതൃകകൾ. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് ഒരു പുരാതന തെരുവിലൂടെയാണ്. തയ്യൽക്കട, വിദ്യാലയം, തെരുവുകളിൽ എങ്ങും റാന്തൽ വിളക്കുകൾ, ഇതാണ് പണ്ടുകാലത്തെ ഒരു തുണിക്കട. ഒരു പലചരക്ക് കടയും കടക്കാരനും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ലിഫ്റ്റിൽ കയറി ഫ്രെയിമിന് മുകളിലേക്ക് പോയി. ഉയരങ്ങളിലേക്ക് പോകുന്തോറും ദുബായിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മുന്നിലെ വ്യക്തി പെട്ടെന്ന് സ്റ്റക്കായി നിന്നുകൊണ്ട് താഴേക്ക് നോക്കുന്നത് കണ്ടാണ് ഞാനും ഒന്ന് താഴേക്ക് നോക്കിയത്. ഈ കാഴ്ചയാണ് ഞാൻ അപ്പോൾ കണ്ടത്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, തെല്ലൊന്നുമല്ല ഞാനൊന്ന് പേടിച്ചത്. 150 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈയൊരു ചില്ലുപാലത്തൂടെ നടക്കുമ്പോൾ തെല്ലൊരു ആശങ്കയും ഭയവും
കൂടെ തന്നെ കൗതുകം നിറഞ്ഞ ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സുഹൃത്ത് ജുനൈദ് പേടിച്ച് ചില്ലുപാലത്തിലൂടെ നടന്നു വരുന്ന രംഗമാണിത്. ഈ കാണുന്നതാണ് പകൽ സമയത്ത് ചില്ലുപാലത്തിൽ നിന്നുള്ള കാഴ്ച. ഉൾഭാഗത്ത് നല്ല തിരക്കാണ്. നിറയെ സഞ്ചാരികൾ ആകാശ കാഴ്ചകളും കണ്ട് നിൽപ്പാണ്. അങ്ങകലെയായി ബുർജ് ഖലീഫയും മറ്റ് ആഡംബര സൗധങ്ങളും കാണാം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൂടെ താഴേക്കിറങ്ങിയതും വർണ്ണപ്രപഞ്ചമായ മറ്റൊരു ലോകത്തേക്കാണ് എത്തിപ്പെടുന്നത്. ദുബായിയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ. ഈ കാണുന്നത് ദുബായ് ഫ്രെയിമിനുള്ളിലെ ഒരു മനോഹരമായ ഫോട്ടോ പോയിന്റാണ്. നിറങ്ങൾ മാറിമറിയുന്ന ഈ ഒരു ഫോട്ടോ പോയിന്റിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഓരോ സഞ്ചാരികളും അവരവരുടെ അവസരം കാത്തു നിൽപ്പാണ്. അങ്ങനെ ഫ്രെയിമിനുള്ളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനും ജുനൈദും അവിടെ നിന്നും പടികളിറങ്ങി.